ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുവൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പുതിയൊരു ഡിസൈൻ നോക്കാം. ഇതൊരു റൗണ്ട് നെക്കി വരുന്ന ഒരു സൽവാറിൻ്റെ ഡിസൈനാണ്. ഇതിൽ യോക്ക് പോർഷനിൽ നമ്മൾ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 2 ബീഡ്സ്, നീളം കുറഞ്ഞത്, നീളം കൂടിയത്, 2 ടൈപ്പ്. പിന്നെ ഒരു സിൽവർ കളർ ബീഡ്, അത് കഴിഞ്ഞ് ഒരു 2 ബീഡ്സിൻ്റെ ബ്ലാക്ക് കളർ. ഇത്രയും ബീഡ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇത് തീർത്ത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് സൂചി നൂലും കോർത്ത് തയ്ക്കാൻ അറിയാവുന്ന എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്കൊന്നും വരുന്നില്ല. നമ്മൾ നീഡിലെടുക്കുമ്പോഴത്തേക്കും ഏറ്റവും തിന്നായിട്ടുള്ള നീഡിലെടുക്കണം. കാര്യം ആ 2 ബീഡ്സിൻ്റെ ഹോള് തീർത്തും ചെറുതായിരിക്കും. അതിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ടൈപ്പ് തിൻ നീഡിൽ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് വേണം ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബീഡ്സിൻ്റെ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ ആ ഒരു കോൺട്രാസ്റ്റിന് അനുസരിച്ച് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. ആദ്യം 2 ബീഡ്സ്, നീളം കൂടിയ 2 ബീഡ്സ് ഒരു സെൻറ്ററിലായിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നടുവിലായിട്ട് നമ്മൾ ആ ഒരു സിൽവർ കളറ് ബീഡാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റിലുമായിട്ട് ബ്ലാക്ക് കളറ് ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും. ഈ ഫ്ലവർ പോലെ ബീഡ് തയ്ച്ചിട്ട് ഇതിൻ്റെ പല സൈഡിലായിട്ട് കുത്തി നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇളകി പോകാതെ നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സൈഡിലായി നീളം കുറഞ്ഞ 2 ബീഡ്സ് വെച്ച് സ്റ്റെം പോലെ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ചെയ്തിരിക്കുന്ന ഫ്ലവറിൻ്റെ നടുവിലായിട്ടാണ് അടുത്ത ലൈനിൽ ഡിസൈൻ വരുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.